നമസ്കാരം. ഞാൻ മാർട്ടിൻ ജോർജ്, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. ഇന്ന് നമ്മൾ പീഡൽ എഡീമ അഥവാ കാലിനുണ്ടാകുന്ന നീരും കിഡ്നിയുടെ ഡാമേജ് CKD അതുമായിട്ടുള്ള ബന്ധവും അതിനെപ്പറ്റിയുമാണ് സംസാരിക്കാൻ പോകുന്നത്. പീഡൽ എഡീമ സാധാരണഗതിയിൽ വിട്ടുമാറാത്ത വൃക്കരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാറുള്ള ഒരു കാര്യമാണ്. വൃക്കരോഗത്തിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ഈ കാലിൽ വരുന്ന നീര് അല്ലെങ്കിൽ പീഡൽ എഡീമ എന്ന് പറയുന്നത്. പക്ഷേ വൃക്കരോഗം മാത്രമല്ല ഇതിനുള്ള കാരണം എന്നുള്ളതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് പീഡൽ എഡീമ എന്ന് ഒന്നുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. കാലിന്റെ താഴ്ഭാഗത്തും പാദത്തിലും വീർത്ത് കെട്ടി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ പീഡൽ എഡീമ എന്ന് പറയുന്നത്. പക്ഷെ അത് ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ പല കാരണങ്ങൾ കൊണ്ടാവാം. വൃക്കരോഗങ്ങൾ അതിലൊന്ന് മാത്രമാണ്. എന്തുകൊണ്ട് വൃക്കരോഗവും പീഡൽ എഡീമയും തമ്മിൽ ഇത്ര ബന്ധം കൊടുക്കുന്നു അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൃക്കരോഗങ്ങൾക്ക് പൊതുവെ ലക്ഷണങ്ങൾ കുറവാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ പീഡൽ എഡീമ എന്ന് പറയുന്നത്, അഥവാ കാലിനുണ്ടാകുന്ന നീര് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വൃക്കരോഗ വിഭാഗത്തിലെ ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുവാനും ഇത് എന്താണെന്നും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്നും പറയാനായിട്ട് കാരണമാകുന്നത്. ആദ്യമേ തന്നെ ഈ വൃക്കരോഗം അല്ലാതെ എന്തൊക്കെ ഈ കാലിന് നീരുണ്ടാക്കും എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. കാലിനുള്ള നീര് രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെപ്പറ്റി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് മെയിനായിട്ടും പറയുന്നത്. ഒന്ന് ലോക്കൽ, ആ കാലിന് തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന നീര്, അല്ലെങ്കിൽ സിസ്റ്റമിക്, അതായത് വൃക്കരോഗം കൊണ്ടോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടോ കരളിന്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അതുപോലെ തന്നെ പണ്ട് ഈ കാലിനുണ്ടാകുന്ന നീരിനെ രണ്ട് രീതിയിൽ, പിറ്റിംഗ് പീഡൽ എഡീമ എന്നും നോൺ പിറ്റിംഗ് പീഡൽ എഡീമ എന്നും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറും ഉണ്ടായിരുന്നു. എങ്കിലും ആ തരത്തിലുള്ള വേർതിരിവ് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം അല്ല. കാരണം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നീര് ആദ്യ അവസ്ഥയിൽ പിറ്റിംഗ് ആയിട്ടും പിന്നീട് നോൺ പിറ്റിംഗ് ആയിട്ടും കാണാറുണ്ട്. എങ്കിലും ഫോർ ദ ഈസി പർപ്പസ് നമ്മൾ ചിലപ്പോൾ അങ്ങനെ പിറ്റിംഗ് പീഡൽ എഡീമ, നോൺ പിറ്റിംഗ് പീഡൽ എഡീമ എന്ന് പറയാറുണ്ട്. ഓക്കെ. പിന്നെ ഈ ആദ്യമായിട്ട് ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് കാലിന് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന നീരാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വേറൊരു തരത്തിലാണ്. എന്നാൽ സിസ്റ്റമിക് ആയിട്ട്, അതായത് ഈ വൃക്കരോഗം കൊണ്ടോ ഹാർട്ട് ഫെയിലിയർ കൊണ്ടോ ലിവർ ഫെയിലിയർ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന നീരാണെങ്കിൽ അതിന് മരുന്നുകളായിരിക്കും കൂടുതലായിട്ടും പ്രയോജനപ്പെടുക. എന്നാൽ ഈ പറഞ്ഞ പോലെ കാലിന് മാത്രമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് കാലിന് ഉളുക്കുണ്ടായാൽ നീരുണ്ടാവാം. അത് പക്ഷേ രണ്ട് കാലിനും ആയിരിക്കില്ല, ഒരു കാലിനായിരിക്കും. അതുപോലെ തന്നെ കാലിലോട്ടുള്ള രക്തഓട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിംഫാറ്റിക്സ് എന്ന് പറയുന്ന ലസിക വ്യൂഹം എന്ന രീതിയിൽ മലയാളത്തിൽ പറയും, അതിനെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ വീനസ് എഡീമ, വേരിക്കോസ് വെയിൻ, അതുപോലെ കാലിലെ വെയിൻസിന് വീക്കം ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ ലോക്കലായിട്ടുള്ള കാരണങ്ങളാണ്. അതിന് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാല് ഉയർത്തി വെക്കുക, കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുക, ഒരു ശരിയായ രീതിയിൽ ഫിസിയോതെറാപ്പി ചെയ്യുക, ഒക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. എന്നാൽ സിസ്റ്റമിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന നീര്, അതാണ് നമുക്ക് കിഡ്നിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത്. കിഡ്നിയുടെ ഒരു പ്രവർത്തനം സ്ഥായിയായോ താൽക്കാലികമായോ നിലയ്ക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടാവുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയർ കൊണ്ടാണോ ഈ നീരുണ്ടാവുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് പല ടെസ്റ്റുകളുമുണ്ട്. യൂറിൻ ഉള്ള ആൽബുമിന്റെ അളവ്, യൂറിൻ റുട്ടീൻ എന്ന് പറയുന്ന ടെസ്റ്റ്, ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ടെസ്റ്റ്, യൂറിയ എന്ന് പറയുന്ന ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ, ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണെങ്കിൽ എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിന്റെ ഹാർട്ടിന്റെ പമ്പിങ്ങിനെ പറ്റി മനസ്സിലാക്കാം. ലിവർ ഫെയിലിയർ കൊണ്ടുണ്ടാവുന്നത് യൂഷ്വലി അത് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ, സീറം ആൽബുമിന്, INR മുതലായ ടെസ്റ്റുകൾ കൊണ്ടും അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ കോമൺ ആയിട്ടും വേറൊരു പ്രശ്നം ഈ പറഞ്ഞ പോലെ ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും കാലിന് നീര് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, സിസ്റ്റമിക് ആയിട്ട്, അതായത് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാലിന് നീര് വരുന്ന അവസ്ഥ. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആഹാരക്രമത്തിൽ വേണ്ട നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അത് പ്രധാനമായിട്ടും നീര് കൂടുതലായിട്ടും വൃക്കരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നവരോ ഹാർട്ടിന്റെ ഫെയിലിയർ കൊണ്ട് ഉണ്ടാവുന്നവരോ ലിവർ ഫെയിലിയർ കൊണ്ട് ഉണ്ടാവുന്നവരോ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിന്റെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. അതിലുപരി ഉപ്പിന്റെ നിയന്ത്രണം വളരെയധികം വേണ്ടതായിട്ട് ഉണ്ട്. ഉപ്പ് പരമാവധി നമ്മൾ 5 ഗ്രാമിനേക്കാളും കുറച്ച് ഉപ്പാണ് ഒരു ദിവസം പറയുന്നത്. അപ്പൊ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് മെഡിസിൻസ് ആവശ്യമായിട്ട് വരും. മെഡിസിൻസ് യൂഷ്വലി ഡയൂറിറ്റിക്സ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന മെഡിസിൻസ് ആണ് നമ്മൾ നീര് കുറയുവാനായിട്ട്, ശരീരത്തിലെ ഉപ്പ് പുറന്തള്ളുന്നു, അതിനോടൊപ്പം തന്നെ എക്സസ് ആയിട്ടുള്ള വെള്ളത്തിന്റെ ജലാംശവും പുറന്തള്ളുവാനായിട്ട് കഴിയും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡയൂററ്റിക്സ് എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്ന മരുന്നുകളാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത്. ഇതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, തരംതിരിക്കുകയാണെങ്കിൽ ലൂപ്പ് ഡയൂററ്റിക്സ് എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്ന ഫ്രൂസമൈഡ്, ടോർസമൈഡ് മുതലായ മരുന്നുകൾ, ഇവയാണ് ഏറ്റവും പൊട്ടന്റ് അഥവാ ഏറ്റവും ശക്തിയുള്ള മരുന്നുകൾ. അതുകൊണ്ടാണ് അവയെ ആദ്യം ഞാൻ പറയാൻ കാരണമായത്. പിന്നെ രണ്ടാമത്തേത് തയസൈഡ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഡയൂററ്റിക്സുകളുണ്ട്. അത് ഹൈഡ്രോക്ലോർ തയസൈഡ്, ക്ലോർതാലിഡോൺ അങ്ങനെയൊക്കെയുള്ള ഗണത്തിൽ പെടുന്ന മരുന്നുകളുണ്ട്. അവ പൊട്ടൻസി ഇച്ചിരി കുറവാണ് എങ്കിൽ പോലും ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടും രക്തസമ്മർദ്ദത്തിനും ഉപയോഗിക്കാറുള്ള മരുന്നുകളാണ്. പിന്നെ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക് എന്ന് പറഞ്ഞ് കിഡ്നിയുടെ ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൽ ആക്ട് ചെയ്യുന്ന ഡയൂററ്റിക്സും ഉണ്ട്. അവ പൊട്ടൻസി വൈസ് ഇച്ചിരി താഴെയാണെങ്കിലും ലോങ് ടൈം നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതാണ്. ഇതിന്റെ കോമ്പിനേഷൻസും നമ്മൾ പലപ്പോഴും ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടധികം നീര് കൺട്രോൾ കിട്ടുന്നില്ല എങ്കിൽ കോമ്പിനേഷൻസും നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് ഈ വക മരുന്നുകൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ എടുക്കേണ്ടത്. ചിലതിനൊക്കെ സൈഡ് എഫക്ട്സും നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. ലോങ് ടൈമിൽ നമ്മൾ ലൂപ്പ് ഡയൂററ്റിക്സ്, അതായത് ഫ്രൂസമൈഡ്, ടോർസമൈഡ് മുതലായ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം കുറഞ്ഞു പോകുന്നതിനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ തയസൈഡ് ഡയൂററ്റിക്സിന് പൊട്ടാസ്യവും സോഡിയവും ഒക്കെ കുറഞ്ഞു പോകുന്നതിനുള്ള സാധ്യതകളുണ്ട്. പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് ലോങ് ടൈമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടാസ്യം കൂടി പോകുന്നതിനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഫ്രീക്വന്റ് ആയിട്ട് ലാബ് മോണിറ്ററിങ്ങും ലാബോറട്ടറി ടെസ്റ്റുകളും ഒക്കെ ചെയ്തുകൊണ്ട് വേണം ഇത് നമ്മൾ ഉപയോഗിക്കുവാനായിട്ട്. പ്രത്യേകിച്ചും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൂത്രത്തിലൂടെ വെള്ളത്തിന്റെയും ഉപ്പിന്റെയും അംശം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത് ശരീരത്തിലെ അധികമുള്ള ജലാംശവും ഉപ്പും നിയന്ത്രിച്ച് നീര് കുറച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പീഡലെഡിമ അഥവാ കാലിനുണ്ടാകുന്ന നീര് വളരെ പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ്, ഒരു ലക്ഷണമാണ്. കിഡ്നി രോഗികൾക്കും ഹൃദയ സംബന്ധമായ രോഗികൾക്കും തൈറോയിഡ് ഉള്ള രോഗികൾക്കും അതുപോലെ തന്നെ ലിവർ ഫെയിലിയർ ഉള്ള രോഗികൾക്കും ഒക്കെ കാണപ്പെടാവുന്ന ഒരു ലക്ഷണമാണ്. കിഡ്നിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല, പക്ഷെ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ നീരും ഇതുപോലെ കിഡ്നി ഫെയിലിയർ കൊണ്ടോ മറ്റുള്ള അവയവങ്ങളുടെ ഫെയിലിയർ കൊണ്ടോ ആവണമെന്നില്ല. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ അത് ലോക്കലായിട്ടുള്ള ഒരു കാരണമാണോ, ആ കാലിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ആ ഗണത്തിൽ പെടുന്നതാണ് എങ്കിൽ അതിന് നോൺ ഫാർമക്കോ തെറാപ്പി, അതായത് മരുന്നുകൾ ഇല്ലാതെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. എന്നാൽ ബാക്കി പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന നീരാണെങ്കിൽ അതിന് ഫാർമക്കോ തെറാപ്പി അഥവാ മെഡിസിൻസും വേണ്ടതാണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് നീരുണ്ട്, അത് ഒബിയസ് ആയിട്ട് ഒരു ഇഞ്ചുറി ഒരു ഉണ്ടായതിന്റെ പേരിൽ അല്ലാതെ നമുക്ക് കാലിന് പെർസിസ്റ്റിംഗ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന രീതിയിൽ നീരുണ്ട് എങ്കിൽ അത് ഇതുപോലെ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിന് ബാധിച്ചതിന്റെ ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡോക്ടറിനെ കാണുകയും അതിനോട് അനുബന്ധിച്ച്, ഞാനിപ്പം ലിവറിന്റെ ഫെയിലിയറിന് വേണ്ടിയിട്ട് കിഡ്നിയുടെ ഫെയിലിയറിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളെ പറ്റി കുറച്ച് വിശദമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഹാർട്ടിനും ലിവറിനും തൈറോയിഡിനും ഒക്കെ അനുബന്ധപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ചെയ്ത് നമ്മൾ ശരിയായ വിധത്തിൽ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.